എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 3 പാർട്ട് 1 സൈക്കോളജിയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയട്ടെ, നിങ്ങൾ ഇതുവരെ ഉസ്താദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ഉടനടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 16ാമത്തെ ചോദ്യം. The period during which the reproductive system matures can be termed as. The period during which the reproductive system matures can be termed as. പ്രത്യുൽപാദന വ്യവസ്ഥ പരിപൂർണതയിലെത്തുന്ന അഥവാ മെച്യൂരിറ്റിയിലെത്തുന്ന ആ കാലഘട്ടത്തെ എന്താണ് വിളിക്കുക? ഒരാളുടെ പ്രത്യുൽപാദന വ്യവസ്ഥ മെച്യൂരിറ്റി പ്രാപിക്കുന്ന ഘട്ടത്തെ എന്താണ് വിളിക്കുന്നത്? ചൈൽഡ്ഹുഡ്, ബി പ്യൂബർട്ടി, സി ലേറ്റർ അഡോളസൻസ്, ഡി അഡൽട്ട്ഹുഡ്. ബി ആണ് ഉത്തരം, പ്യൂബർട്ടി. പ്യൂബർട്ടിയിലാണ്, ആ കാലഘട്ടത്തിലാണ്, പ്യൂബർട്ടി എന്ന പീരീഡിലാണ് ഒരു വ്യക്തിയുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മെച്യൂരിറ്റി പ്രാപിക്കുന്നത്. 17ാമത്തെ ചോദ്യം. If past memories inhibit an individual's full potential to retain new memories, it is referred as. If past memories inhibit an individual's full potential to retain new memories, it is referred as. ഒരു വ്യക്തിയുടെ പഴയ ഓർമ്മകൾ പുതിയ കാര്യങ്ങൾ ഓർത്തുവെക്കാനുള്ള കഴിവിന് തടസ്സം സൃഷ്ടിക്കുന്നുവെങ്കിൽ അതിനെ എന്താണ് പറയുക? മുമ്പ് നമ്മുടെ മനസ്സിലുള്ള ഓർമ്മകൾ കാരണത്താൽ പുതിയ കാര്യങ്ങൾ ഓർത്തുവെക്കാൻ കഴിയുന്നില്ല. അതിനെ എന്താണ് പറയുക? എ റിട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ്, ബി പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ്, സി മെമ്മറി ട്രേസസ്, ഡി റിട്രീവൽ. ബി ആണ് ഉത്തരം, പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ്. പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് മാത്രമല്ല, പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്നും പറയാറുണ്ട്. അതുപോലെ റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, അത് രണ്ടും നേർവിപരീതങ്ങളായ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ മറവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. എന്താണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, എന്താണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നോട്ട് പ്രവർത്തിക്കുന്ന തടസ്സം അഥവാ റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, അതായത് നമ്മൾ ഒരു പുതിയൊരു കാര്യം പഠിച്ചത് കാരണത്താൽ നമുക്ക് പഴയ കാര്യം ഓർത്തെടുക്കാൻ പറ്റാതെയായി പോവുക. അതിനെയാണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുക. പഴയ കാര്യം നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു, മുമ്പ് പഠിച്ച ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ പുതുതായിട്ട് നമ്മളൊരു കാര്യം പഠിച്ചപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. പുതിയ കാര്യവും പഴയ കാര്യവും തമ്മിൽ ഒന്ന് കൂടിക്കുഴഞ്ഞു പോയി. അപ്പൊ പുതുതായിട്ടൊരു കാര്യം പഠിച്ച കാരണത്താലാണ് ആ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. മുമ്പ് നമ്മൾ നന്നായിട്ട് ഓർത്തെടുത്ത ഒരു കാര്യം ഇപ്പോൾ പുതിയതായിട്ടൊരു കാര്യം പഠിച്ചപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ പുതുതായിട്ട് പഠിച്ച കാര്യമാണ് ഈ പ്രശ്നത്തിന് കാരണം. ഇതിനെയാണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. പുതിയ കാര്യങ്ങൾ സ്മരണാമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത് നേരത്തെ സ്മരണയിൽ സൂക്ഷിച്ചിരുന്ന വസ്തുതകളുടെ ശരിയായ പുനഃസ്മരണത്തെ തടസ്സപ്പെടുത്തുന്ന പ്രതിഭാസത്തെയാണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഒരു കുട്ടി രാജ്ഞി എന്നർത്ഥമുള്ള ക്വീൻ എന്ന പദം പഠിച്ചു, QUEEN. അതിനുശേഷമാണ് കുട്ടി വരി എന്നർത്ഥമുള്ള ക്യൂ എന്ന പദം പഠിച്ചത്, QUEUE. ഈ രണ്ടാമത്തെ പദം പഠിച്ചതിന് ശേഷം കുട്ടിക്ക് ഒന്നാമത്തെ പദം ശരിയായിട്ട് എഴുതാൻ പറ്റാതെയായി. അതാണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. പിന്നീട് കുട്ടി ക്വീൻ എന്നതിന്റെ സ്പെല്ലിംഗ് എഴുതിയത് QUEUEEN എന്നാണ്. അപ്പൊ കുട്ടി ആദ്യം പഠിച്ചത് വേണ്ട വിധം ഓർത്തെടുക്കാൻ പറ്റാതെയായി കുട്ടിക്ക്. ഇതിനെയാണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി മുന്നോട്ട് പ്രവർത്തിക്കുന്ന തടസ്സം പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, അഥവാ നമ്മുടെ സ്മരണയിൽ നേരത്തെ പ്രവേശിച്ചിട്ടുള്ള വിവരങ്ങൾ പുതിയ വിവരങ്ങളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുക. നമ്മൾ മുമ്പൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, അപ്പോൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ
ആ പുതിയ കാര്യം നമുക്ക് വേണ്ട വിധം പഠിക്കാൻ പറ്റാതെയായി പോവുക. കാരണം മുമ്പ് പഠിച്ച കാര്യമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. മുമ്പ് പഠിച്ച കാര്യം പുതിയ കാര്യം പഠിക്കുവാൻ നമുക്ക് തടസ്സം സൃഷ്ടിക്കാം. അതിനെയാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. ഒരു കുട്ടി ആദ്യം റാബിറ്റ് എന്ന പദം പഠിച്ചു, RABBIT. പിന്നീട് കുട്ടി ഹാബിറ്റ് എന്ന പദം പഠിച്ചു, HABIT. ഹാബിറ്റ് എന്ന് പഠിക്കുമ്പോൾ അതിൽ ഒരു ബിയേ ഉള്ളൂ. പക്ഷേ കുട്ടി ഹാബിറ്റ് എന്ന് എഴുതിയപ്പോഴും 2 B എഴുതിപ്പോയി. കാരണം എന്താണ്? റാബിറ്റ് എന്ന് കുട്ടി പഠിച്ചപ്പോൾ അതിൽ 2 B ഉണ്ടായിരുന്നു. ആ പദത്തിന്റെ ഓർമ്മയാണ് കുട്ടിക്ക് ഹാബിറ്റ് എന്നതിൽ തെറ്റുവരുത്താൻ ഇടവരുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യം പഠിച്ച കാര്യം പിന്നീട് ഒരു കാര്യം പഠിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതിനെയാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. റാബിറ്റ് എന്നതിൽ 2 B ഉള്ളത് കൊണ്ട് പിന്നീട് പഠിച്ച ഹാബിറ്റ് എന്ന് എഴുതുമ്പോഴും കുട്ടി 2 B എഴുതി പോകുന്നു. അപ്പൊ ആദ്യം പഠിച്ചത് രണ്ടാമത് പഠിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഇതിനെയാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഈ പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ സംബന്ധിച്ചും റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ സംബന്ധിച്ചും കേട്ടറ്റ് പരീക്ഷയിൽ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം, പിന്നീട് പഠിച്ച കാര്യങ്ങൾ മുമ്പേ പഠിച്ച കാര്യങ്ങളെ ഓർമ്മിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നതിന് പറയുന്നത് ദ ടെൻഡൻസി ഫോർ ലേറ്റർ ലേണിംഗ് ടു ഇൻഹിബിറ്റ് ദ റീകാൾ ഓഫ് പ്രിയർ ലേണിംഗ് ഈസ് കോൾഡ്. അതായത് രണ്ടാമതൊരു വാക്ക് പഠിച്ചപ്പോൾ ആദ്യത്തെ വാക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നീട് പഠിച്ച കാര്യം മുമ്പേ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഇതിനെന്ത് പറയും? നേരത്തെ നമ്മൾ പഠിച്ച ഉദാഹരണം നമുക്കറിയാം. ആദ്യം ക്വീൻ എന്ന് പഠിച്ചു, പക്ഷെ പിന്നീട് ക്യൂ എന്ന് പഠിച്ചു. പിന്നീട് അഥവാ രണ്ടാമത് ക്യൂ എന്ന് പഠിച്ചത് കൊണ്ട് ആദ്യം പഠിച്ച ക്വീൻ അയാൾക്ക് നന്നായിട്ട് ഓർത്തെടുക്കാൻ പറ്റാതെയായിപ്പോയി. ഇതിനെന്താണ് പറയുക എന്നാണ് ചോദ്യം. അതിനാണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. പിന്നീട് പഠിച്ച കാര്യങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളെ ഓർമ്മിക്കുന്നതിൽ തടസ്സമാവുന്നതിനെയാണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ആദ്യം പഠിച്ച കാര്യങ്ങൾ പിന്നീടുള്ള പഠനത്തെ തടസ്സപ്പെടുത്തുന്നതിനെ വിളിക്കാവുന്നത് ദ ടെൻഡൻസി ഫോർ പ്രിയർ ലേണിംഗ് ടു ഇൻഹിബിറ്റ് റീകാൾ ഓഫ് ലേറ്റർ ലേണിംഗ് ഈസ് കോൾഡ്. ആദ്യം പഠിച്ച കാര്യമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആദ്യം കുട്ടി റാബിറ്റ് എന്ന് പഠിച്ചു, പിന്നീട് കുട്ടി ഹാബിറ്റ് എന്ന് പഠിക്കുമ്പോൾ തെറ്റിപ്പോകുന്നു. അവിടെയും 2 B എഴുതി പോകുന്നു എന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആദ്യം പഠിച്ച കാര്യമാണ് ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത്. അതിന് എന്താണ് പറയുന്നത്? അതിനെ പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്നാണ് പറയുക. അപ്പോൾ ഡി ആണ് ശരിയായ ഉത്തരം, പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ഒരു കാറ്റഗറി 3 കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. When previous information or learning experience of the past interfere with something which has been recently learned is called. അതായത് കഴിഞ്ഞ ചോദ്യം പോലത്തെ തന്നെ ചോദ്യമാണ്. ആദ്യം പഠിച്ച കാര്യം പിന്നീട് പഠിക്കുന്ന കാര്യത്തിന് തടസ്സം സൃഷ്ടിക്കുക. അതിനെന്താണ് പറയുക എന്നാണ്. പ്രീവിയസ് ഇൻഫർമേഷൻ അഥവാ മുമ്പുള്ള നമ്മുടെ വിവരം അത് ഇടപെടുകയാണ്. സംതിങ് വിച്ച് ഹാസ് ബീൻ റിസെന്റ്ലി, ഈ അടുത്ത് പഠിച്ചതിൽ ഇടപെടുകയാണത്. അതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് പഠിച്ച കാര്യം പിന്നീട് പഠിച്ച കാര്യത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതിനെയാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മളൊരു ഉദാഹരണത്തിലൂടെയാണ് ഓർത്തു വെക്കാൻ നല്ലത്. ആദ്യം റാബിറ്റ് എന്ന് പഠിച്ചു, പിന്നെ ഹാബിറ്റ് എന്ന് പഠിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പോൾ ആദ്യത്തെ നമ്മുടെ റാബിറ്റ് എന്ന വാക്ക് നമ്മൾ പഠിച്ചത് കൊണ്ടാണ് ഹാബിറ്റ് എന്ന വാക്ക് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതിനെന്ത് പറയും എന്നാണ് ചോദ്യം. പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. അപ്പോൾ ചോദ്യം വരുമ്പോൾ ക്വീൻ, ക്യൂ അത് വെച്ച് ആലോചിച്ച് നോക്കുക. ആദ്യം ക്വീൻ പഠിച്ചു, പിന്നെ ക്യൂ പഠിച്ചു, പക്ഷെ പിന്നീട് ക്വീൻ എന്ന് എഴുതാൻ അവർ പറ്റാതെ പോയി. അതാണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ നമ്മൾ ചോദ്യം വന്നാൽ ഇങ്ങനെ ആലോചിച്ച് നോക്കി. ആദ്യം റാബിറ്റ് പഠിച്ചു, പിന്നെ ഹാബിറ്റ് പഠിച്ചപ്പോൾ തെറ്റിപ്പോയി. അപ്പോൾ ആ രീതിയാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. അപ്പോൾ ആ ഉദാഹരണം വെച്ചുകൊണ്ട് ഇത് നമുക്ക് നമ്മുടെ ഓർമ്മയിൽ പ്രോ ആക്റ്റീവ് ഇൻഹിബിഷനും റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷനും ഓർത്തു വെക്കാൻ സാധിക്കും. 18ാമത്തെ ചോദ്യം. ബിഹേവിയേഴ്സ് ആർ അക്വേർഡ് ത്രൂ അസോസിയേഷൻസ് ബിറ്റ്വീൻ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസസ്.
The theory associated with this view is, നമ്മൾ സ്റ്റിമുലിയെയും റെസ്പോൺസിനെയും അഥവാ ചോദകത്തെയും പ്രതികരണത്തെയും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പുതിയ പെരുമാറ്റങ്ങളെ ആർജിക്കുന്നത്, പുതിയ ബിഹേവിയർ നമ്മൾ അക്വയർ ചെയ്യുന്നത് സ്റ്റിമുലസിനെയും റെസ്പോൺസിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട തിയറി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കൺസ്ട്രക്റ്റിവിസം, കോഗ്നിറ്റീവിസം, ബിഹേവിയറിസം, ഗസ്റ്റാൾട്ട് തിയറി. സി ആണ് ഉത്തരം, ബിഹേവിയറിസം. ബിഹേവിയറിസം ആണ് ചോദകത്തെയും പ്രതികരണത്തെയും കുറിച്ചും അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ പറയുന്നത്. അതുകൊണ്ട് സി ആണ് ഉത്തരം, ബിഹേവിയറിസം. 19ാമത്തെ ചോദ്യം. എ സിസ്റ്റം ഓഫ് സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ദാറ്റ് കവേഴ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെന്റ്. എ സിസ്റ്റം ഓഫ് സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ദാറ്റ് കവേഴ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെന്റ്. വിദ്യാർത്ഥികളുടെ ഡെവലപ്മെന്റിന്റെ, വിദ്യാർത്ഥികളുടെ വികാസത്തിന്റെ എല്ലാ ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്ന സ്കൂൾ ബേസ്ഡ് ആയ ഒരു ഇവാലുവേഷൻ സിസ്റ്റം ഉണ്ട്. ആ ഇവാലുവേഷൻ സിസ്റ്റത്തിന്റെ പേരെന്താണ്? ആ ഇവാലുവേഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത വിദ്യാർത്ഥികളുടെ ഡെവലപ്മെന്റിന്റെ എല്ലാ ആസ്പെക്റ്റുകളെയും അത് ഉൾക്കൊള്ളുന്നു എന്നതാണ്. എ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, ബി ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഡി പ്രൊഡക്റ്റ് ഇവാലുവേഷൻ. എ ആണ് ഉത്തരം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, CCE എന്ന് ചുരുക്കി പറയും. അതിന്റെ പ്രത്യേകത അത് വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ വികാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അവരുടെ എല്ലാ വിധത്തിലുമുള്ള കാര്യങ്ങളും അത് പരിഗണിക്കും. അത് സ്കൂൾ ബേസ്ഡ് ആയ ഇവാലുവേഷൻ സിസ്റ്റമാണ് എന്നും നമുക്കറിയാവുന്നതാണല്ലോ. 20ാമത്തെ ചോദ്യം. According to Piaget's sensory motor stage, the objects continue to exist even when they are hidden from view. This is termed as. പിയാഷെയുടെ സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രകാരം ഒരു വസ്തു കുട്ടിയുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞാലും അത് നിലനിൽക്കുന്നു എന്ന ബോധം ആ കുട്ടിക്കുണ്ടാകും. അതിനെ എന്താണ് പറയുക? അതായത് വൈജ്ഞാനിക വികസനത്തെക്കുറിച്ചാണ് പിയാഷെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് അദ്ദേഹം പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ്. ഈ സെൻസറി മോട്ടോർ സ്റ്റേജിൽ കുട്ടി എത്തിച്ചേരുന്നതിന് മുമ്പുള്ള അവസ്ഥ, തന്റെ മുന്നിൽ എന്താണോ ഉള്ളത് ആ വസ്തു മാത്രമേ ഉള്ളൂ എന്ന ധാരണയാണ് ആ കുട്ടിക്കുള്ളത്. ആ കുട്ടിയുടെ മുന്നിൽ നിന്നൊരു വസ്തു എടുത്തു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിനെ കുറിച്ചുള്ള ചിന്തയും ഉണ്ടാവില്ല, അങ്ങനെ ഒരു വസ്തു ഉണ്ട് എന്ന ബോധവും ആ കുട്ടിക്കുണ്ടാവില്ല. എന്നാൽ സെൻസറി മോട്ടോർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, ആ ലെവലിൽ കുട്ടി എത്തിക്കഴിയുമ്പോൾ ആ കുട്ടിക്ക് തൻ്റെ മുന്നിൽ ഉള്ള വസ്തുവാണെങ്കിലും ആ മുന്നിൽ നിന്ന് ആ വസ്തുവിനെ എടുത്തു മാറ്റിയാലും അങ്ങനെ ഒരു വസ്തു നിലനിൽക്കുന്നുണ്ട് എന്ന ബോധം ആ കുട്ടിക്കുണ്ടാകും. അതിനെ എന്താണ് പറയുക? ദിസ് ഈസ് ടേംഡ് ആസ് അസിമിലേഷൻ, ബി ഒബ്ജക്റ്റ് പെർമനൻസ്, സി വിഷ്വലൈസേഷൻ, ഡി അക്കോമഡേഷൻ. ബി ആണ് ഉത്തരം, ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്നാണ് പറയുക. ഇത് പിയാഷെയുടെ വൈജ്ഞാനിക വികസനവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം അതിന്റെ ഒന്നാമത്തെ ഘട്ടമായിട്ടാണ് സെൻസറി മോട്ടോർ സ്റ്റേജിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ സ്റ്റേജുകളെ കുറിച്ചും വൈജ്ഞാനിക വികസനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും സംക്ഷിപ്തമായിക്കൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. പിയാഷെയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ള വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പിയാഷെയുടെ വീക്ഷണത്തിൽ മനുഷ്യന്റെ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ വികസനം എന്നത് ആ വ്യക്തിയും പരിസ്ഥിതിയും തമ്മിൽ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന വർത്തന പ്രതിവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വികസനം ഉണ്ടാവുന്നത്. അഥവാ ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ പരിസ്ഥിതിയും തമ്മിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന വർത്തന പ്രതിവർത്തനങ്ങളുടെ ഫലമാണ് അദ്ദേഹത്തിന് ആ മനുഷ്യന്റെ വികസനം എന്നാണ് പിയാഷെ പറയുന്നത്.
പിയാഷെ ഈ വൈജ്ഞാനിക വികസനത്തെ 5 ഘട്ടങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഐന്ദ്രിക ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. രണ്ടാമത്തത് ആശയാധാന പൂർവഘട്ടം പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്. 3 ഊഹനഘട്ടം ഇൻഡ്യൂറ്റീവ് സ്റ്റേജ്. 4 വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 5 ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ 5 സ്റ്റേജുകളാണ് വൈജ്ഞാനിക വികസനത്തിനുള്ളത് എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. ഇതിൽ അദ്ദേഹത്തിന് ചില ഘട്ടങ്ങൾക്ക് മൊത്തത്തിൽ അദ്ദേഹം മറ്റൊരു പേര് നൽകുകയുണ്ടായി. അതായത് ഇതിൽ 2ഉം 3ഉം ഘട്ടങ്ങൾ അഥവാ ആശയാധാന പൂർവ്വഘട്ടം അഥവാ പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്, ഊഹനഘട്ടം അഥവാ ഇൻഡ്യൂറ്റീവ് സ്റ്റേജ്, ഈ 2ഉം 3ഉം ഘട്ടങ്ങളെ സംയുക്തമായി രണ്ടിനെയും കൂടി അദ്ദേഹം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ മനോവ്യാപാര പൂർവ്വഘട്ടം എന്ന് വിളിച്ചു. 4ഉം 5ഉം ഘട്ടങ്ങളെ അദ്ദേഹം ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് വിളിച്ചത്. അപ്പോൾ 2ഉം 3ഉം ഘട്ടങ്ങളെ അദ്ദേഹം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നും 4ഉം 5ഉം ഘട്ടങ്ങളെ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നും വിളിച്ചു അദ്ദേഹം. ഈ ഓരോ ഘട്ടത്തിൻ്റെയും പ്രത്യേകത, ഒരു ഘട്ടം അതിന് മുമ്പുള്ള ഘട്ടത്തെക്കാൾ, ഓരോ ഘട്ടത്തിലും അതിന് മുമ്പുള്ള ഘട്ടങ്ങളെക്കാൾ പല വിധത്തിലുള്ള പുതിയ ഭൗതികമായ പ്രവർത്തനങ്ങളും അടുത്ത ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന പുരോഗതിയാണ്. മുമ്പില്ലാത്ത പല ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും അഥവാ ഭൗതിക പ്രവർത്തനങ്ങളും അടുത്ത ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിയാഷെയുടെ അഭിപ്രായത്തിൽ എല്ലാ കുട്ടികളും ഈ പ്രത്യേക ഘട്ടങ്ങളിലൂടെ ഒക്കെ പുരോഗമിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആർക്കും ഒരു ഘട്ടത്തെ ഒഴിവാക്കാനാവില്ല. എന്നാൽ ഓരോ ഘട്ടത്തിലും ഓരോരുത്തർ നേടുന്ന പുരോഗതിയിൽ വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാമെങ്കിലും എല്ലാവരും ഈ ഘട്ടങ്ങളിലൂടെ തന്നെയാണ് പുരോഗമിക്കുന്നത് എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. ഇനി നമുക്ക് ഈ ഘട്ടങ്ങളെയൊക്കെ അഥവാ ജീൻ പിയാഷെയുടെ ഈ വികസന ഘട്ടങ്ങളെയൊക്കെ നമുക്ക് വിശദമായിട്ട് ഓരോന്നോരോന്നായി അല്പം പരിശോധിക്കാം. ഒന്നാമത്തത് ഐന്ദ്രിക ചാലക ഘട്ടം. 2 വയസ്സ് വരെയുള്ള ഘട്ടമാണ് ഈ ഐന്ദ്രിക ചാലക ഘട്ടം. ഒരു കുട്ടി 2 വയസ്സാവുന്നത് വരെയുള്ള കാലം. ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടി നേടിയെടുക്കുന്ന ശേഷികൾ, അതിൽ പ്രധാനപ്പെട്ടതാണ് വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം അഥവാ ഒബ്ജക്റ്റ് പെർമനൻസിനെ കുറിച്ചുള്ള ബോധം. അതായത് ഒരു ചെറിയ കുട്ടിയുടെ ലോകത്ത് ഒരു വസ്തു പ്രത്യക്ഷത്തിൽ സമീപത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അസ്തിത്വമുള്ളൂ. ഒരു വസ്തു പ്രത്യക്ഷത്തിൽ ആ കുട്ടിയുടെ സമീപത്തുണ്ടെങ്കിൽ മാത്രമേ അതിന് അസ്തിത്വമുള്ളൂ. ക്രമേണ വസ്തുവിന്റെ സ്ഥിര സ്വഭാവത്തെക്കുറിച്ച് കുട്ടി അല്പാൽപം ബോധവാനാവുകയാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടിയുടെ മാനസിക വികസനം ബുദ്ധിയുള്ള ഒരു മൃഗത്തിൻ്റെതിന് തുല്യമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുണ്ട്. സ്വന്തം കൺമുന്നിലുള്ള സാധനം മാത്രമേ ഉള്ളൂ എന്ന ധാരണയാണ്. കൺമുന്നിൽ നിന്ന് ഒരു വസ്തുവിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ ആ വസ്തു ഉണ്ട് എന്ന ബോധം കുട്ടിക്കില്ല. ഒരു കളിപ്പാട്ടം കുട്ടിയുടെ മുന്നിലുള്ളപ്പോൾ കുട്ടിക്ക് അത് കിട്ടാൻ താല്പര്യമുണ്ടാകും. പക്ഷെ ആ കുട്ടിയുടെ കൺമുന്നിൽ നിന്ന് ആ കളിപ്പാട്ടം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു കളിപ്പാട്ടത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ കുട്ടിക്കുണ്ടാവില്ല. അത് ആ പ്രായത്തിലെ ഒരു പ്രത്യേകതയാണ്. 2 വയസ്സോട് കൂടിയിട്ടാണ് ഈ 2 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഇങ്ങനെ കൺമുന്നിൽ നിന്ന് ഇത് മാറ്റിയാലും അങ്ങനെ ഒരു വസ്തു ഉണ്ട്, വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം അങ്ങനെയാണ് കുട്ടിയിൽ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം, ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്ന് ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്കുള്ള ക്രമമായ പുരോഗതി. നമുക്കറിയാം, ഒരു ശിശു കൈകാലുകളൊക്കെ അനക്കുന്നത് തുടക്കത്തിൽ അനക്കുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല. കുട്ടി ഈ സ്വന്തം ഇച്ഛപ്രകാരം ഇങ്ങനെ കൈകാലുകൾ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുകയുമല്ല. അതിന് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല. കൈകളും കാലുകളും സ്ഥിരമായി ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നതേ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ കുട്ടികൾ. അത് സ്വന്തം ഇച്ഛപ്രകാരം എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതല്ല. അപ്പൊ തുടക്കത്തിൽ അങ്ങനെയാണ്, ഇച്ഛാതീത വ്യവഹാരങ്ങളാണ്. പിന്നീട് ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്ക്, അതാ മനപ്പുറം ഉദ്ദേശത്തോട് കൂടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് കൈകാലുകൾ ഇങ്ങനെ അനക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടി വികസിക്കും, അങ്ങനെ പുരോഗതി നേടും. ഇത് ഈ ആദ്യത്തെ 2 വർഷങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്.
രണ്ടാമത്തെ ഘട്ടം ആശയാധാന പൂർവഘട്ടം. ആശയാധാന പൂർവഘട്ടം 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ ആശയാധാന പൂർവഘട്ടം. ഇതിൻ്റെ പ്രത്യേകത, ഈ കാലഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്ന പ്രധാനപ്പെട്ട ശേഷിയാണ് പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി. അഥവാ മനസ്സിൽ അതിൻ്റെ ഒരു ഇമേജ് തീർക്കുവാൻ. അങ്ങനെ വസ്തുക്കളെ ബിംബം എന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചാണ് എന്താണ് ബിംബങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന്. മനസ്സിൽ അതിൻ്റെ ഒരു ഇമേജ് തീർക്കാനുള്ള ശേഷിയാണ് ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി ഈ ഘട്ടത്തിലാണ് ഒരു കുട്ടി നേടിയെടുക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു കുപ്പി കാണുമ്പോൾ, പാൽക്കുപ്പി കാണുമ്പോൾ പാലിൻ്റെ ഉറവിടമായിട്ട് അതിനെ കുട്ടി സങ്കല്പിക്കുന്നു. അപ്പോൾ ആ ശേഷി അവിടെ ഈ പ്രായത്തിൽ 2 വയസ്സ് മുതലാണ് കുട്ടിക്ക് ആ ശേഷി ഉണ്ടാവുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടി ഭാഷയുമായി പരിചയമാവുകയും ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കളികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതായത് ഒരു കുട്ടിയുടെ 3 ചക്രമുള്ള ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ആ സൈക്കിളിനെ ഒരു റേസിംഗ് കാറായിട്ടും ഒക്കെ കുട്ടി സങ്കല്പിക്കും. അതുപോലെ ചെറിയൊരു വടി കയ്യിൽ കിട്ടിയാൽ അത് തോക്കായിട്ട് കുട്ടി സങ്കല്പിക്കും. അതുപോലെ അത് മാത്രമല്ല, കുട്ടിയുടെ സമീപത്തില്ലാത്ത വസ്തുക്കളെ കുറിച്ചൊക്കെ ഈ ഘട്ടത്തിൽ ചിന്തിക്കുവാൻ കുട്ടിക്ക് സാധിക്കും. ഇതാണ് ഈ ആശയാധാന പൂർവ്വഘട്ടത്തിന്റെ പ്രത്യേകത. പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി ഈ ഘട്ടത്തിലാണ്, അഥവാ 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള ഘട്ടത്തിലാണ് കുട്ടി നേടിയെടുക്കുന്നത്. ഇനി 3ാമത്തെ ഘട്ടം ഊഹനഘട്ടം എന്നാണ് ആ 3ാം ഘട്ടം അറിയപ്പെടുന്നത്. 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഊഹനഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്ന ശേഷി കുട്ടിയുടെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ച് ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുന്നു. ഭൂതവർത്തമാന കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന്, അഥവാ കുട്ടിയുടെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ച് ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുന്നു. അപ്പൊ ലഘുവായ ബന്ധങ്ങളാണ് കുട്ടി ഊഹിച്ചെടുക്കുക. വലിയ ബന്ധങ്ങളൊന്നും ഊഹിച്ചെടുക്കാൻ കഴിയില്ല. അഥവാ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിക്ക് ബന്ധങ്ങളൊക്കെ ഊഹിച്ചെടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുന്നു, പക്ഷെ ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കാനുള്ള ശേഷിയാണ് ഉണ്ടാവുന്നത്. അതായത് ഇവിടെ റിവേഴ്സിബിലിറ്റിക്കുള്ള ശേഷി ഈ പ്രായത്തിൽ കുട്ടി നേടിയെടുക്കുന്നില്ല. അത് നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകം ഉണ്ടായിരിക്കേണ്ടതാണ്. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചിന്തന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ ഈ കുട്ടിക്ക് കഴിയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, രവി എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ച് പറയാം. 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു സഹോദരനുണ്ട്, ശശി. അവന്റെ അനുജനാണ്. അപ്പൊ രവിയുടെ അനുജനാണ് ശശി. അപ്പൊ രവിയോട് ചോദിക്കുന്നു, രവി നിനക്ക് സഹോദരനുണ്ടോ? അപ്പൊ രവി പറയും, അതെ എനിക്ക് സഹോദരനുണ്ട്. അവൻ ശശിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അതെ ശശി എന്റെ സഹോദരനാണ് എന്ന് പറയും. രണ്ടാമതായി ചോദിക്കുന്നു രവിയോട്, ശശിക്ക് സഹോദരനുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ രവി പറയും, എനിക്ക് ശശിക്ക് സഹോദരനില്ല എന്നാണ് മിക്കവാറും ആ കുട്ടി മറുപടി പറയാം. യഥാർത്ഥത്തിൽ ശശിയുടെ സഹോദരനാണ് ഈ രവി. ഞാൻ ശശിയുടെ സഹോദരനാണ് എന്ന് ചിന്തിക്കാൻ കുട്ടിക്ക് കഴിയില്ല. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 5 വയസ്സായ രവിക്ക് തൻ്റെ ചിന്തയെ തന്നിലേക്ക് തന്നെ പിന്നോട്ടെടുക്കാനും ശശി എൻ്റെ സഹോദരനായതിനാൽ ഞാൻ ശശിയുടെ സഹോദരനാണ് എന്ന് യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷി ആ പ്രായത്തിൽ ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഈ കഴിവിനെയാണ്, ഈ പ്രതിഭാസത്തെയാണ് റിവേഴ്സിബിലിറ്റി എന്ന് ജീൻ പിയാഷെ പറയുന്നത്. ആ റിവേഴ്സിബിലിറ്റിക്കുള്ള ശേഷി ഈ ഘട്ടത്തിൽ ആ കുട്ടി നേടിയെടുക്കുന്നില്ല. അത് അടുത്തു വരുന്ന ഘട്ടത്തിലാണ് കുട്ടി വികസിപ്പിച്ചെടുക്കുന്നത്. ഇനി 4ാമത്തെ ഘട്ടം വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്ന പ്രധാനപ്പെട്ട ശേഷിയാണ് യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നു. ഇവിടെ റിവേഴ്സിബിലിറ്റി അഥവാ പ്രത്യാവർത്തനം വേണ്ടി വരുന്ന മനോവ്യാപാരങ്ങൾ ഏർപ്പെടാനുള്ള ശേഷി പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ അനുഭവങ്ങൾ പദാർത്ഥനിഷ്ഠമായിരിക്കേണ്ടതുണ്ട്. അതാണ് ഈ ഘട്ടത്തിലെ പ്രത്യേകത. അപ്പോൾ യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ശേഷി കുട്ടിക്ക് വർദ്ധിക്കുന്നു. റിവേഴ്സിബിലിറ്റി അഥവാ പ്രത്യാവർത്തനം നടത്താനുള്ള ശേഷി കുട്ടി നേടിയെടുക്കുന്നു.
ഈ ഘട്ടത്തിന്റെ സ്വഭാവം വിശദമാക്കാൻ വേണ്ടിയിട്ട് ഈ പിയാഷെ ഓപ്പറേഷണൽ തോട്ട് അഥവാ മനോവ്യാപാരം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ മനോവ്യാപാരം എന്ന് പറഞ്ഞാൽ ലഘുവായ നിരവധി ബന്ധങ്ങളെ മാനസികമായി കൈകാര്യം ചെയ്ത് മാനസിക പ്രവർത്തനങ്ങളുടെ ഒരു സങ്കീർണ ഘടനയായിട്ട് ഇണക്കി ചേർക്കുന്ന ഒരു പ്രവർത്തനമാണ് ഓപ്പറേഷണൽ തോട്ട് എന്ന് പറഞ്ഞാൽ. അഥവാ ലഘുവായ നിരവധി ബന്ധങ്ങളെ മാനസികമായിട്ട് കൈകാര്യം ചെയ്ത് മാനസിക പ്രവർത്തനങ്ങളുടെ ഒരു സങ്കീർണ ഘടനയായിട്ട് അവയെ ഇണക്കി ചേർക്കുന്ന ഒരു പ്രവർത്തന പദ്ധതി, അതാണ് മനോവ്യാപാരം. അപ്പൊ അതൊക്കെ നടത്താനുള്ള ശേഷി ഈ കുട്ടി നേടിയെടുക്കുകയാണ്. അത് സാധ്യമാകുന്നത് റിവേഴ്സബിലിറ്റിയുടെ സഹായത്തോടെയാണ്. എന്താണ് റിവേഴ്സബിലിറ്റി എന്ന് നേരത്തെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ ശേഷി ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുകയാണ്. പിന്നെ ഈ ഘട്ടത്തിന്റെ പ്രത്യേകത, ഇങ്ങനെ റിവേഴ്സബിലിറ്റിയൊക്കെ കുട്ടി നടത്താനുള്ള ശേഷിയൊക്കെ കുട്ടി നേടിയെടുക്കുന്നുവെങ്കിലും അനുഭവങ്ങൾ പദാർത്ഥനിഷ്ഠമാകേണ്ടതുണ്ട് എന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഘട്ടത്തിൽ പദാർത്ഥങ്ങളുടെയോ അനുഭവങ്ങളുടെയോ സഹായത്തോടെ മാത്രമേ മനോവ്യാപാരം നടക്കുകയുള്ളൂ. അക്കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഈ ഘട്ടത്തിന്റെ ഒരു പോരായ്മ, അല്ലെങ്കിൽ ഈ ഘട്ടം ഇനിയും ഒരു പരിമിതി ഈ ഘട്ടത്തിൽ ആ കുട്ടിക്കുണ്ട്. അതായത് പദാർത്ഥങ്ങളുടെയോ അനുഭവങ്ങളുടെയോ സഹായത്തോടെ മാത്രമേ ഈ ഘട്ടത്തിലും കുട്ടിയുടെ ചിന്തകൾ നടക്കുകയുള്ളൂ. ശുദ്ധമായ ഗുണാത്മക ചിന്തനം ഈ ഘട്ടത്തിൽ നടത്തുവാൻ കുട്ടിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ ഘട്ടത്തെ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന അദ്ദേഹം ഈ 4ാം ഘട്ടത്തെ, വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടത്തെ വിളിക്കാൻ കാരണം, വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് അദ്ദേഹം എന്തുകൊണ്ട് ഈ ഘട്ടത്തെ വിളിച്ചു എന്നതിന്റെ കാരണം ഇതാണ്. ഇവിടെ പരിപൂർണമായ ഗുണാത്മക ചിന്തനം നടത്താൻ കുട്ടിക്ക് സാധ്യമല്ല. ഇവിടെ ഒരു പദാർത്ഥങ്ങളുടെയോ അനുഭവങ്ങളുടെയോ സഹായത്തോടെ മാത്രമേ മനോവ്യാപാരം നടത്താൻ അഥവാ ചിന്തകൾ നടത്താൻ കുട്ടിക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഘട്ടത്തിന്റെ ഒരു പരിമിതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ 12 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി പലവിധ കഴിവുകൾ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് വസ്തുക്കൾ ഒന്നോ അതിലധികമോ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് കണക്കിലെ അഥവാ ഗണിതത്തിലെ ചതുഷ്ക്രിയകൾ ചെയ്യാനൊക്കെ സാധിക്കും. എണ്ണം, വലിപ്പം, ആകൃതി, തൂക്കം, ഇതിൻ്റെയൊക്കെ സവിശേഷതകൾക്കൊത്ത് നടത്തുന്ന ക്രമീകരണം അഥവാ സീരിയേഷൻ നടത്താൻ കുട്ടിക്ക് സാധിക്കും. ഇനി വർഗങ്ങളും ഉപവർഗങ്ങളും ഒക്കെ രൂപവൽക്കരിക്കുവാൻ കുട്ടിക്ക് സാധിക്കും. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ ഗ്രൂപ്പിംഗ് എന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. ഇതൊക്കെ നടത്താൻ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സാധിക്കുന്നതാണ്. ഇതൊക്കെ എങ്ങനെ ഈ കുട്ടിക്ക് സാധിക്കുന്നു? അത് റിവേഴ്സബിലിറ്റി നടത്താനുള്ള ശേഷി അഥവാ അനുഭവങ്ങളെ പിന്നിലേക്ക് എടുക്കാനുള്ള ശേഷി അഥവാ റിവേഴ്സബിലിറ്റിക്കുള്ള ശേഷി ഈ പ്രായത്തിൽ കുട്ടി നേടിയെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സീരിയേഷൻ അഥവാ ക്രമീകരണം നടത്താനും ഒക്കെ ചതുഷ്ക്രിയകൾ ചെയ്യാനും ഒക്കെ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഭാഗത്ത് നിന്നും ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ് ഇനി നമ്മൾ പറയുന്നത്. അക്കോർഡിംഗ് ടു പിയാഷെ, which all abilities are essential for children to develop the ability of seriation? പിയാഷയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ ക്രമീകരണം എന്ന ശേഷി വികസിക്കുവാൻ വേണ്ടി വരുന്ന ഇതര ശേഷികൾ ഏതാണ്? നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞു റിവേഴ്സബിലിറ്റിക്കുള്ള ശേഷി കുട്ടി നേടിയെടുത്താൽ മാത്രമേ കുട്ടിക്ക് ക്രമീകരണങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അഥവാ റിവേഴ്സബിലിറ്റി എന്നതിൻ്റെ മലയാളമാണ് പ്രത്യാവർത്തന ശേഷി. അപ്പോൾ എ എന്ന ഉത്തരമാണ് അതിൽ ശരി, എ എന്ന ഓപ്ഷനാണ് ശരി. റിവേഴ്സബിലിറ്റി നേടിയെടുക്കണം. അപ്പോൾ പിയാഷയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ ക്രമീകരണം അഥവാ സീരിയേഷൻ എന്ന ശേഷി വികസിക്കുവാൻ വേണ്ടി വരുന്ന മറ്റൊരു ശേഷിയാണ്. അത് നടത്താൻ ഈ റിവേഴ്സബിലിറ്റി എന്ന ശേഷി കുട്ടി നേടിയെടുക്കേണ്ടതുണ്ട്. 5ാമത്തെ ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം. 12 വയസ്സ് മുതൽ പ്രായപൂർത്തിയാവുന്നത് വരെയുള്ള ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്ന ശേഷിയാണ് ഗുണാത്മകവും തികച്ചും ബിംബാത്മകവുമായ ചിന്തനം സാധ്യമാകുന്നു. ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെ പ്രശ്നം നിർദ്ധാരണം ചെയ്യാനാവുന്നു. അപ്പൊ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് ചിന്തിക്കാൻ പദാർത്ഥങ്ങളുടെയോ അല്ലെങ്കിൽ പദാർത്ഥനിഷ്ഠമായ അനുഭവങ്ങളുടെയോ സഹായമൊന്നും ആവശ്യമില്ല.
കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച്, മനസ്സിൽ ചിന്തിച്ച്, അനുമാനിച്ച് യുക്തിചിന്തനം നടത്താനുള്ള ശേഷി ഈ പ്രായത്തിൽ കുട്ടി നേടിയെടുക്കും. അതാണ് 12 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കാര്യം. അവിടെ നേരത്തെ കഴിഞ്ഞ ഘട്ടത്തിൽ ചിന്തിക്കാൻ കുട്ടിക്ക് എന്ത് വേണം? ഒരു പദാർത്ഥം വേണം മുന്നിൽ, അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെയോ അല്ലെങ്കിൽ പദാർത്ഥനിഷ്ഠമായ അനുഭവങ്ങളുടെയോ സഹായം ആവശ്യമായിരുന്നു. പക്ഷെ ഈ ഘട്ടത്തിൽ അതിനാവശ്യമില്ല. അതില്ലാതെ തന്നെ ചിന്തിക്കുവാൻ, കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ അനുമാനിച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ തന്നെ, അങ്ങനെ യുക്തിചിന്തനം നടത്താനുള്ള ശേഷി ഈ പ്രായത്തിൽ, അതാ 12 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള ആ ഘട്ടത്തിൽ തന്നെ കുട്ടി നേടിയെടുക്കും. അതാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിന്റെ പ്രത്യേകത. ഇത് സംബന്ധമായ ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ് യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടം ഏതാണ്? ശൈശവം, ബാല്യം, കൗമാരം, വാർദ്ധക്യം. അമൂർത്ത ചിന്ത എന്ന് പറയുമ്പോൾ പദാർത്ഥങ്ങളുടെ സഹായമില്ലാതെ തന്നെ അനുമാനങ്ങളൊക്കെ മനസ്സിൽ തന്നെ ചിന്തിച്ച് കുട്ടിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതാണ് അമൂർത്ത ചിന്ത. ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാവുന്ന വളർച്ചാഘട്ടം ശൈശവമല്ല, ബാല്യവുമല്ല, വാർദ്ധക്യവുമല്ല. വാർദ്ധക്യത്തിൽ ആ ശേഷി ഇല്ലാതാവുകയാണ് ചെയ്യുക. അപ്പോൾ കൗമാരമാണ് ശരിയായ ഉത്തരം. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഈ വിഷയകമായ ഒരു ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേജസ് ഡസ് നോട്ട് ബിലോങ്സ് ടു പിയാഷെസ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത് ഏതാണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിയാഷെ പറയുന്ന ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അഥവാ വൈജ്ഞാനിക വികസന ഘട്ടത്തിന്റെ ഇതിൽ പെടാത്തത് ഏതാണ്? അതിൽ പെടാത്തത് ഏതാണ്? ഒന്ന് സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഐന്ദ്രിക ചാലക ഘട്ടം, ശരിയാണ്. പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്, ആശയാധാന പൂർവ്വഘട്ടം, അതും പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ പെട്ടതാണ്. ഇൻഡിറ്റീവ് സ്റ്റേജ്, ഊഹനഘട്ടം, അതും അതിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഐക്കോണിക് സ്റ്റേജ്, ബിംബനഘട്ടം, ഇത് പിയാഷെയുടെ വൈജ്ഞാനിക ഘട്ടത്തിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ബിംബനഘട്ടം എന്ന ഒന്ന് നമ്മൾ ഇതുവരെ പഠിച്ചില്ലല്ലോ. അപ്പോൾ വൈജ്ഞാനിക പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ പെടാത്തതാണ് ബിംബനഘട്ടം. അപ്പോൾ ഡി എന്നതാണ് ശരിയായ ഉത്തരം. ഈ ഉത്തരം എഴുതിയ ആൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ബി എന്നതിന് നേരെയും ഡി എന്നതിന് നേരെയും അയാൾ ശരിയിട്ടിരിക്കുകയാണ്. അയാൾക്ക് ഈ കൺഫ്യൂഷൻ എവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് ഈ വിഷയം പഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബിംബനഘട്ടം എന്നത് നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. ബ്രൂണറുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഐക്കണിക് സ്റ്റേജ് അഥവാ ബിംബനഘട്ടം കാണുന്നത്. ഇവ പിയാഷെയുടേതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പിയാഷെ ഏതെല്ലാം ഘട്ടങ്ങളുടെ പേരാണ് പറയുന്നത് അത് കൃത്യമായി നമ്മൾ പഠിക്കണം. ഇനി ബ്രൂണറുടേത് പഠിക്കുമ്പോൾ അതിൽ ബിംബനഘട്ടം എന്ന ഒന്നുണ്ട്. രണ്ടും കൂടി കലർന്നു പോവാതിരിക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഡി ആണ് ഓപ്ഷൻ ഡി, ബിംബനഘട്ടം അഥവാ ഐക്കണിക് സ്റ്റേജ് എന്ന അവസാനത്തെ ഓപ്ഷനാണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. 21ാമത്തെ ചോദ്യം, an act of the Parliament of India which describes the modalities of the importance of free and compulsory education for children between the age of 6 to 14 years is 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം ഏതാണ്? എ NCF, ബി KCF, സി RTE, ഡി PWD. നമുക്കെല്ലാം പരിചിതമായ ഒരു ചോദ്യമാണ്. സി ആണ് ഉത്തരം, RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ അവകാശ നിയമം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നത് സംബന്ധമായ നിയമമാണ് RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. 22ാമത്തെ ചോദ്യം, ദ എബിലിറ്റി ടു കം അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ് ത്രൂ എ മെന്റൽ പ്രോസസ് ഓഫ് കണക്ടിംഗ് എക്സിസ്റ്റിംഗ് കൺസെപ്റ്റ്സ്. The ability to come up with new ideas through a mental process of connecting existing concepts. നിലവിലുള്ള ആശയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്
പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷിയെ എന്താണ് പറയുക? മോട്ടിവേഷൻ, ക്രിയേറ്റിവിറ്റി, ഇന്റലിജൻസ്, ഇൻട്രസ്റ്റ്. ബി ആണ് ഉത്തരം, ക്രിയേറ്റിവിറ്റി. എന്താണ് ക്രിയേറ്റിവിറ്റി? രണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് ക്രിയേറ്റിവിറ്റി. നമുക്കത് സംക്ഷിപ്തമായിട്ടൊന്ന് പരിശോധിക്കാം. അപ്പൊ എന്താണ് സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി? സർഗാത്മകത അല്ലെങ്കിൽ സർഗപരത എന്നും പറയാം. നൂതനമോ പുതുമയുള്ളതോ ആയ ഒരു ആശയത്തെയോ വസ്തുവിനെയോ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ ഉള്ള ഒരു വ്യക്തിയുടെ ശേഷി, അതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. നിലവിലുള്ള നമ്മൾ കേട്ട് പരിചയിച്ച ഒരു കാര്യത്തെ കോപ്പി അടിച്ച് പറയുന്നതിനെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുകയില്ല. ഇതുവരെ ആർക്കും പരിചിതമല്ലാത്ത പുതിയ ഒരു ആശയത്തെ അല്ലെങ്കിൽ പുതിയൊരു വസ്തുവിനെ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ ഉള്ള ഒരു ശേഷി, അതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ നേരത്തെ ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യത്തെ നൂതനമായ ഒരു രീതിയിൽ അഥവാ പുതിയ ഒരു രീതിയിൽ ക്രമീകരിക്കാനോ രൂപപ്പെടുത്താനോ ഉള്ള ശേഷിക്കും ക്രിയേറ്റിവിറ്റി എന്ന് തന്നെയാണ് പറയുക. 23ാമത്തെ ചോദ്യം. മെമ്മറി ദാറ്റ് അലോസ് റീകാൾ ഫോർ എ പീരീഡ് ഓഫ് സെവറൽ സെക്കൻഡ്സ് ടു എ മിനിറ്റ് വിത്തൗട്ട് റിഹേഴ്സൽ ഈസ് ടേംഡ് ആസ്. മെമ്മറി ദാറ്റ് അലോസ് റീകാൾ ഫോർ എ പീരീഡ് ഓഫ് സെവറൽ സെക്കൻഡ്സ് ടു എ മിനിറ്റ് വിത്തൗട്ട് റിഹേഴ്സൽ ഈസ് ടേംഡ് ആസ്. പ്രത്യേകിച്ച് റിഹേഴ്സൽ ഒന്നും കൂടാതെ ഏതാനും സെക്കൻഡുകളോ അല്ലെങ്കിൽ ഏറി വന്ന ഒരു മിനിറ്റോ ഒക്കെ ഓർത്തു വെക്കാൻ നമ്മെ അനുവദിക്കുന്ന മെമ്മറിയെ എന്താണ് വിളിക്കുക? സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, എപ്പിസോഡിക് മെമ്മറി. ബി ആണ് ഉത്തരം, ഷോർട്ട് ടേം മെമ്മറി. മെമ്മറിയെ കുറിച്ച് നമ്മൾ 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ വിശദീകരിച്ചിരുന്നു. ഈ 2019 ജൂണിലെ ഈ കാറ്റഗറി 3യുടെ ഉത്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിക്കൊണ്ട് നമ്മൾ മെമ്മറിയെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷോർട്ട് ടേം മെമ്മറിയെ കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അറിയാത്തവരുണ്ടെങ്കിൽ 1ാമത്തെ വീഡിയോ നോക്കിയാൽ മതി. 24ാമത്തെ ചോദ്യം. Assessment that measures a student's performance based on mastery of a specific set of skills. Assessment that measures a student's performance based on mastery of a specific set of skills. ഒരു കൂട്ടം സ്പെസിഫിക് സ്കിൽസിലുള്ള മികവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കുട്ടിയുടെ പെർഫോമൻസ് അളക്കുന്ന അസസ്മെന്റിനെ എന്താണ് വിളിക്കുക? അതായത് എല്ലാ തരത്തിലുള്ള കഴിവുകളെയും അല്ല അളക്കുന്നത്, ഒരു നിശ്ചിത തരത്തിലുള്ള ഒരു കൂട്ടം സ്കില്ലാണ്. അത് ഏതെല്ലാം സ്കില്ലുകൾ ആവണമെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും. അവയിലുള്ള മികവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കുട്ടിയുടെ പെർഫോമൻസ് അളക്കുന്ന അസസ്മെന്റിനെ എന്താണ് പറയുക? എ, ക്രിട്ടേറിയൻ റെഫറൻസ്ഡ്. ബി, നോം റെഫറൻസ്ഡ്. സി, ബെഞ്ച് മാർക്ക് അസസ്മെന്റ്. ഡി, ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. ബി ആണ് ഉത്തരം, നോം റെഫറൻസ്ഡ്. നോം റെഫറൻസ്ഡ് അസസ്മെന്റ് എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ബി ആണ് ഉത്തരം. 25. Which among the following is not a trait of gifted student? Which among the following is not a trait of gifted student? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡന്റിന്റെ ഗുണമല്ലാത്തത്? അൺയൂഷ്വൽ അലർട്ട്നെസ്. ബി, എക്സലന്റ് മെമ്മറി. സി, റാപ്പിഡ് ലേണർ. ഡി, സ്റ്റുപ്പിഡിറ്റി. കേട്ടാലേ പെട്ടെന്ന് മനസ്സിലാവും സ്റ്റുപ്പിഡിറ്റി ഒരിക്കലും ഗിഫ്റ്റഡ് സ്റ്റുഡന്റിന്റെ സ്വഭാവമാവില്ല എന്ന്. അതുകൊണ്ട് ഡി തന്നെയാണ് ഉത്തരം, സ്റ്റുപ്പിഡിറ്റി.